Cheers to the ones that we got. Cheers to the wish you were here but you're not. Cause the drinks bring back all the memories of everything we. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ പഠിച്ച ടോപ്പിക് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. അത് നമുക്ക് ഈ ക്ലാസ്സിലൊന്ന് നോക്കാം. അപ്പോൾ ഈ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്യണം ഈ ക്ലാസ്. ഒരു റിവിഷനായിട്ടും കൂട്ടിയാൽ മതി, സ്കിപ്പ് ചെയ്തേക്കരുത്. ഓക്കെ, നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനെ കുറിച്ച് പറയുക. ഇതൊരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. ഓക്കെ, ഷോർട്ട് റൺ എന്താണെന്നൊക്കെ നമുക്കറിയാം. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു സെഷനിൽ നമ്മൾ കാണും എന്താണ് ഷോർട്ട് റൺ എന്നുള്ളത്. ഫോർ ദ ടൈം ബീങ് ഓർക്കുക, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് എന്നുള്ളത് ഇറ്റ് ഈസ് എ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തിയറി റിഗാർഡിങ് ദി ഷോർട്ട് റൺ. ഓക്കെ, ഇനി അതിന് വേറൊരു പേരും കൂടെ ഉണ്ട്. ഇപ്പോൾ വരിയിലേക്ക് നിങ്ങളോട് ചോദിക്കുക, ചിലപ്പം ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്നായിരിക്കും ചോദിക്കുക. ഇത് തീർച്ചയായിട്ടും ഒരു എസ്സേ ടൈപ്പിലുള്ള ചോദ്യമാണ് സാധ്യത. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വാട്ട് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. ഓക്കെ, നോട്ട് ജസ്റ്റ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. ഇനി നമ്മൾ ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസിൽ ഇറ്റ് റിയലി എക്സാമിൻസ് ദി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് വൺ ഫാക്ടർ വേരിയബിൾ കീപ്പിംഗ് ദി ക്വാണ്ടിറ്റീസ് ഓഫ് അതർ ഫാക്ടേഴ്സ് ഫിക്സഡ്. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റൻസ് എന്താണ് നമ്മളോട് പറയുന്നത്? ഇവിടെ ഉണ്ടല്ലോ, ഈ ഷോർട്ട് റണ്ണിൽ നമുക്കറിയാം സാധാരണ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ക്യൂ ഇസ് എ ഫംഗ്ഷൻ ഓഫ് വാട്ട്? ക്യൂ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ദി ഇൻപുട്സ്. ഓക്കെ, ക്യാപിറ്റൽ ആൻഡ് ലേബർ. അങ്ങനെ നമ്മൾ ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അങ്ങ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് റണ്ണിൽ ചില ഫാക്ടേഴ്സ് ഫിക്സ്ഡ് ആയിരിക്കും, ക്യാപിറ്റൽ ഫിക്സ്ഡ് ആയിരിക്കും, ലേബർ നമുക്ക് കൂട്ടി ഉപയോഗിക്കാം. Okay, so the production function in the short run says that output is a function of the two factors of production, both labor and capital and labor, and we consider that capital is constant. Okay, so one factor is variable. ഏതാണ് വേരിയബിൾ? നമുക്ക് വേണമെങ്കിൽ ലേബർ ഇങ്ങനെ കൂട്ടി ഉപയോഗിക്കാം ഷോർട്ട് റണ്ണിൽ അഡ്ജസ്റ്റ് ചെയ്ത്. നമുക്ക് പക്ഷേ ക്യാപിറ്റൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ടെക്നോളജി ഉൾപ്പെടെ അത് നമുക്ക് ഫിക്സ്ഡ് ആൻഡ് മാക്സിമം ചെയ്യാം. സോ ഇമാതിരി ഉള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, the relationship between what output and inputs, where some factors are fixed, okay, whereas some other factors are variable. So such production function is called short run production function. അങ്ങനെ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പ്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ളൊരു തിയറിയാണ് ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. ഓക്കെ, ഇൻ അതർ വേസ് ഇറ്റ് റെഫേഴ്സ് ടു ദി ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ. ഓക്കെ, Q is a function of what? K and L. Okay, when the output is increased by varying the quantity of one input. Okay, അപ്പോൾ ഔട്ട്പുട്ട് കൂടും അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യും. എന്തിനനുസരിച്ച്? ലേബർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന തിയറിയാണ് ഏത്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. when the quantity of one factor is varied. Okay, which factor is varied? Labor is varied in our example. Okay, when the quantity of one factor is varied, keeping the quantities of other factor is constant. Okay, other factor is constant. Okay, out of the proportion between the variable factor and the fixed factor is changed. Okay, remember why this name? The law of variable proportions. The proportion between one factor, that is the variable factor, and the other factor, that is a fixed factor, is changed. Okay, അതുകൊണ്ട് നമ്മളതിനെ എന്താണ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ പറയാം ഒരു യൂണിറ്റ് ലേബർ, ഒരു യൂണിറ്റ് ക്യാപിറ്റൽ. ഇതായിരുന്നു ഒറിജിനൽ പ്രൊപ്പോർഷൻ എന്ന് പറയാം. നമ്മൾ ലേബർ കൂട്ടുക, ക്യാപിറ്റൽ കോൺസ്റ്റൻ്റാണ് അല്ലേ, മാറിയില്ലേ? പ്രൊപ്പോർഷൻ മാറിയില്ലേ? ലേബറും ക്യാപിറ്റലും നമ്മുടെ പ്രൊപ്പോർഷൻ മാറി. അടുത്ത പ്രാവശ്യം പ്രൊപ്പോർഷൻ പിന്നെയും മാറും. എങ്ങനെ? നമ്മൾ പിന്നീടും ലേബർ കൂട്ടുമ്പോൾ. അങ്ങനെ ലേബർ ഇങ്ങനെ കൂട്ടി ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തി പ്രൊഡക്ഷൻ ഇങ്ങനെ കൂട്ടുമ്പോൾ, അപ്പോൾ നമ്മൾ എന്താ കൂടുതൽ ഉപയോഗിക്കുന്നത്? നമ്മൾ ലേബറാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, ക്യാപിറ്റൽ അതുപോലെ തന്നെ നിൽക്കുക. അങ്ങനെ വരുമ്പോൾ ഔട്ട്പുട്ടിന് എന്ത് സംഭവിക്കും? ഔട്ട്പുട്ട് എത്രമാത്രം കൂടും, ഏത് റേറ്റിൽ കൂടും എന്നതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന തിയറിയാണ് ഏത്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. ഓക്കെ, proportion between the variable factor L and the fixed factor K has been changed, and the proportion between the factors is changed as we increase the production of the output. Increase the amount of the variable factor is to be used. Okay, capital fixed ആണ്, നമുക്ക് കൂട്ടാൻ പറ്റില്ല. നമുക്ക് കൂട്ടാൻ പറ്റുന്ന എന്തേ ഉള്ളൂ? ലേബറേ പറ്റുള്ളൂ. This means given the volume of the fixed factor, okay, the variable factor like labor goes up and the proportion, very important,
between the fixed and the variable factors changes. Okay, so നമ്മളത് പറഞ്ഞാണ് എന്താണ് പ്രൊപ്പോർഷൻ ഒക്കെ. Effectively, the law of variable proportion examines what happens to the outputs, what happens to our outputs, okay, when the proportion between the fixed and variable factor is changed by employing more variable factor. Okay, more variable factor. അപ്പോൾ വേരിയബിൾ ഫാക്ടർ നമ്മൾ കൂട്ടുന്നതനുസരിച്ച് ലേബറും ക്യാപിറ്റലും തമ്മിലുള്ള അല്ലെങ്കിൽ വേരിയബിൾ ഫാക്ടറും ഫിക്സ്ഡ് ഫാക്ടറും തമ്മിലുള്ള ആ പ്രൊപ്പോർഷൻ തന്നെ മാറുക. അങ്ങനെ നമ്മൾ കൂടുതൽ ലേബർ ഉപയോഗിക്കുമ്പോൾ ഔട്ട്പുട്ട് ഏത് രീതിയിൽ കൂടും, ഓക്കെ, എന്നതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. ഓക്കെ, ഇനി നമ്മൾ പറയാം ഇതിനൊരു ഡെഫിനിഷൻ കൊണ്ടുവരിക. ഒരു വഴിക്ക് പോകുന്നല്ലേ ഡെഫിനിഷനൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പം ബെൻഹാം എന്ന് പറഞ്ഞ ആളുടെ ഡെഫിനിഷനാണ് നമ്മളിവിടെ കാണുന്നത്. അതേ പറയാണ്, ആസ് ദി പ്രൊപ്പോർഷൻ ഓഫ് ദി ഫാക്ടർ ഇൻ എ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഈസ് ഇൻക്രീസ്ഡ്, പ്രൊപ്പോർഷൻ ഓഫ് വൺ ഫാക്ടർ, ഓക്കെ, ഇൻ എ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഈസ് ഇൻക്രീസ്ഡ് ആഫ്റ്റർ എ പോയിന്റ്, ഫസ്റ്റ് ദി മാർജിനൽ ആൻഡ് ദെൻ ദി ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ദാറ്റ് ഫാക്ടർ വിൽ ഡെമിനിഷ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഈ ഡെഫിനിഷൻ ശരിക്കും ഈ ലോ ഓഫ് ഒരു പ്രൊപ്പോർഷൻ ത്രൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ എന്താ ഉപയോഗിച്ചേക്കുന്ന വാക്കാണെന്നറിയാം, മാർജിനൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും. അതെന്ത് ചെയ്യും, ഫസ്റ്റ് ദി മാർജിനൽ ആൻഡ് ദെൻ ദി ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ദാറ്റ് ഫാക്ടർ വിൽ ഡെമിനിഷ്. ആദ്യം മാർജിനൽ പ്രൊഡക്റ്റ് ഡെമിനിഷ് ചെയ്യും, പിന്നെ എന്ത് ഡെമിനിഷ് ചെയ്യും, ആവറേജ് പ്രൊഡക്റ്റ് ഡെമിനിഷ് ചെയ്യും. എങ്ങനെ, നമ്മൾ ഒരു ഫാക്ടർ മാത്രം കൂടുതൽ ഉപയോഗിക്കും തോറും. അതാണ് ഇദ്ദേഹം ഈ തിയറിയെക്കുറിച്ചുള്ള ഡെഫിനിഷനായിട്ട് അവിടെ പറയുന്നത്. ഈ ഡെഫിനിഷൻ ഭയങ്കര സ്യൂട്ടബിളാണ്. നമ്മൾ അടുത്ത എക്സ്പ്ലനേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും ഒക്കെ മാറുന്നതെന്ന്. ഇനി ഈ തിയറിക്ക് കുറേ അസംഷൻസ് ഒക്കെ ഉണ്ട്. എക്കണോമിക്സിൽ ഏത് തിയറി പഠിക്കുമ്പോഴും കുറേ അസംഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഇവിടെ നമ്മൾ എന്താണ് അസ്യൂം ചെയ്യുന്നത്, നമ്മൾ അസ്യൂം ചെയ്യണേ ഫസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് വൺ ഫാക്ടർ ഈസ് വേരിങ്. ഏതാണ് വേരിങ് ചെയ്യുന്നത്, ലേബർ വേരി ചെയ്യുന്നു അല്ലേ. വൈൽ ദാറ്റ് ഓഫ് അതർ ഫാക്ടേഴ്സ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. നമ്മളിവിടെ 2 ഫാക്ടർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഫാക്ടറായിട്ടുള്ള ക്യാപിറ്റൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, ടെക്നോളജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ടെക്നോളജി നമ്മൾ പരിഗണിച്ചില്ല, വേണമെങ്കിൽ അതിനെ കൂടെ അങ്ങ് പരിഗണിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, കെ എൽ ടി കോൺസ്റ്റൻറ്റ്, കെ കോൺസ്റ്റൻറ്റ്. ഓക്കെ, only L is varying. Output depends upon these 3 variables. Okay, technology remains the same. The variable factor and the fixed factor can be used in variable proportions. അതായത് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഒരു മെഷീനറിക്ക് ക്യാപിറ്റലാണ്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് പിന്നെ മോശമാവുകയാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം. ലോക്ക്ഡൗൺ കാരണം ഹാൻഡ് റൈറ്റിംഗ് മോശമായത് കേട്ടോ, പണ്ട് നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ടല്ലോ, ഞാൻ എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ക്യാപിറ്റൽ പ്രൊപ്പോർഷൻ അതിനെക്കുറിച്ചാണല്ലോ. അപ്പം 1 യൂണിറ്റ് ക്യാപിറ്റൽ, അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് 1 യൂണിറ്റ് ലേബർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 1 യൂണിറ്റ് ക്യാപിറ്റലിൻ്റെ കൂടെ 2 യൂണിറ്റ് ലേബർ ഉപയോഗിക്കാം, 1 യൂണിറ്റ് ക്യാപിറ്റലിൻ്റെ കൂടെ 3 യൂണിറ്റ് ലേബർ ഉപയോഗിക്കാം. അങ്ങനെ ഈ വേരിയബിൾ ഫാക്ടർ ഏത് കോമ്പിനേഷനിലും ഈ ഫിക്സഡ് ഫാക്ടറിൻ്റെ കൂടെ ഉപയോഗിക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. അത് ഒരു അസംഷനാണ്. ഓക്കെ, സോ ദീസ് ആർ 3 അസംഷൻസ്. ഇനി നമ്മൾ ഈ തിയറിയുടെ ഒരു പ്രത്യേകത അറിയാം, അത് 3 ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ ആണെന്നാണ് നമ്മളോട് പറയുന്നത്. ഈ വേരിയബിൾ ഫാക്ടർ ഉണ്ടല്ലോ, ലേബർ, അതിങ്ങനെ കൂട്ടി ഉപയോഗിക്കും തോറും പ്രൊഡക്ഷന് 3 സ്റ്റേജ് ഉണ്ടാവും. ആദ്യം ഭയങ്കരമായിട്ട് കൂടും ഔട്ട്പുട്ട്, പിന്നെ കുറച്ച് കുറയും, പിന്നെ ഭയങ്കര നെഗറ്റീവ് ആവും. സോ ദി ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് ഇല്ലസ്ട്രേറ്റ്സ്, ഓക്കെ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് ഇല്ലസ്ട്രേറ്റ്സ് ദ ബിഹേവിയർ ഓഫ് വാട്ട് ടോട്ടൽ ഔട്ട്പുട്ട് when the variable factor is changed, not just changed, when it is increased. Okay, we are taking that case only. According to the law, with the increased use of the variable factor, by keeping the fixed factor constant, the total output, what happens to it, increases at an increasing rate in the initial stage. Okay, initial stage la ഒരു സ്റ്റേജ് 1 ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജിൽ എന്ത് ചെയ്യും, ഈ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യും. എങ്ങനെ ഇൻക്രീസ് ചെയ്യും, അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്, നല്ല സ്പീഡിൽ. അതാണ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം. രണ്ടാമത്, ഇറ്റ് ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. ഇൻക്രീസ് ചെയ്യും, പിന്നെ എന്താ ചെയ്യും, ഇതാണ് ഈ ഇൻക്രീസിങ് റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ. ഓക്കെ, ഇവിടെ കേട്ടോ. ഇനി നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്ന അറിയാം, ഇതാണ് അത്ര ഭയങ്കര ഇൻക്രീസ് ചെയ്യില്ല. ഇവിടെ ആയിരിക്കും ഒരു സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ്. അവിടെ എന്താണെന്ന് പറയുക, ഇറ്റ് ഇൻക്രീസ് അറ്റ് ഡിക്രീസിങ് റേറ്റ്. ഇൻക്രീസ് ചെയ്യുന്നു, പക്ഷേ അതിൻ്റെ റേറ്റ് അത്ര സ്പീഡില്ല. ഓക്കെ, ദെൻ റീച്ചസ് മാക്സിമം. ഇപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് ഇത് നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചതുകൊണ്ട് നിങ്ങൾ ശരിക്കും ആ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ടോട്ടൽ പ്രൊഡക്റ്റുകാരുടെ ഷേപ്പൊക്കെ ഓർത്തിരിക്കണേ. ഇതാണ് നമ്മളെ ഒരു ഫസ്റ്റ് സ്റ്റേജ്. ഭയങ്കര സ്പീഡിലാണ് ഇൻക്രീസ് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് ഏതാണ്,
വേരിയബിൾ ഇൻപുട്ട് ഏതാണ്? ലേബർ. മനസ്സിലായല്ലോ. ഇവിടെയാണ് നമ്മൾ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ്, ഔട്ട്പുട്ട് അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ്. ഓക്കെ, സോ ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ടോട്ടൽ പ്രൊഡക്റ്റ് കർവ്. ടോട്ടൽ പ്രൊഡക്റ്റ് കർവ് എന്നാണ്, ടോട്ടൽ പ്രൊഡക്റ്റ് TL അല്ല. സോ ഇവിടെ ഉണ്ടല്ലോ ശരിക്കും ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് ഭയങ്കര ഇൻക്രീസിങ് റേറ്റില്ല. ഇവിടെ ഉണ്ടല്ലോ ഇൻക്രീസ് ചെയ്യുന്നത് ഡിക്രീസിങ് റേറ്റില്ല. ഇവിടെ ഒരു മാക്സിമം ആവുക. അതുകൊണ്ടോ ടോട്ടൽ പ്രൊഡക്റ്റ് ഇവിടെ നോക്കി, ഇവിടെ കൂടുതൽ മാക്സിമം ആവുക. പിന്നെ ടോട്ടൽ പ്രൊഡക്റ്റ് ഡിക്രീസ് ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് ഈ 3 ഇടത്ത് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഈ ലൈൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർക്കുക. ഫസ്റ്റ് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. ഇവിടം തൊട്ട് ഇവിടം വരെ. ഇങ്ങനെ നമ്മൾ ഇൻപുട്ട് ലേബർ കൂട്ടുക. ലേബർ കൂട്ടുമ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ. ഇവിടെ ഒരു ബെൻഡ് ഉണ്ട്, എന്താണെന്ന് നമ്മൾ പിന്നീട് കാണും. Okay, so total product increases at an increasing rate. Then total product increases but at a decreasing rate. Okay, so then reaches a maximum. നോക്കുക, ഇവിടെ ഇത് കൂടുതൽ പോകുന്നില്ല. ടോട്ടൽ പ്രൊഡക്റ്റ് ഉണ്ടോ? ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ് അളക്കേണ്ടത്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, സോ റീച്ച് മാക്സിമം. ദെൻ ഇറ്റ് ഡിക്ലൈൻസ്. ഓക്കെ, താഴോട്ട് ഒരു ഡിക്ലൈൻ ചെയ്യുക. ഈ 3 സ്റ്റേജിനെ കുറിച്ചാണ്. ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. ഓക്കെ, ദിസ് ഇൻക്രീസിങ് അറ്റ് എൻ ഇൻക്രീസിങ് റേറ്റ്. പിന്നെ റീച്ചസ് മാക്സിമം, സ്റ്റാർട്ട്, ഡിക്ലൈൻ, തേർഡ് സ്റ്റേജ്. ഇങ്ങനെ 3 സ്റ്റേജ് ഉണ്ടെന്നാണ് ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ്റെ തിയറിക്കാർ പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. ഡയഗ്രമാറ്റിക് ഇല്ലസ്ട്രേഷൻ. ഓക്കെ, സോ ഈ ഡയഗ്രമാറ്റിക് ഇല്ലസ്ട്രേഷനിലെ ഞാനൊരു ഡയഗ്രാം വരയ്ക്കും. നമ്മൾ ഓൾറെഡി നിങ്ങളുടെ നോട്ടിലുള്ള ഡയഗ്രമാണ്, ഞാൻ ബോർഡിൽ വെച്ച ഡയഗ്രാം തന്നെയാണ് ഇവിടെ ഞാൻ വരയ്ക്കാൻ നോക്കാം. ഓക്കെ, സോ ഇൻ ദി ഡയഗ്രാം on the x-axis quantity of the variable factor, that is labor, is measured. For the time being ഞാൻ ഇവിടെ തന്നെ അങ്ങ് വരയ്ക്കാം. ഓക്കെ, നമുക്ക് പോട്ടെ, ശരിയായില്ല. ഇതാന്ന് വിചാരിച്ചു. ഏതാ ടോട്ടൽ പ്രൊഡക്റ്റ്? ഇവിടെ നമ്മൾ ടോട്ടൽ പ്രൊഡക്റ്റ് എന്നോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്നോ നമുക്ക് അങ്ങ് എഴുതി വെക്കുക. ഔട്ട്പുട്ട് ടോട്ടൽ പ്രൊഡക്റ്റ് രണ്ടും ഒരുപോലെ കേട്ടോ. ഓക്കെ, സോ നമ്മളത് ഇവിടെ മെഷർ ചെയ്യുക. ഇവിടെ നമ്മൾ എന്താണ് മെഷർ ചെയ്യുമ്പോൾ എന്താണ് രേഖപ്പെടുത്തുന്നത്? ക്വാണ്ടിറ്റി ഓഫ് ലേബർ. ലേബർ എന്താണ്? ലേബർ വേരിയബിൾ ഫാക്ടർ. ക്വാണ്ടിറ്റി ഓഫ് ലേബർ 1 യൂണിറ്റ്, 2 യൂണിറ്റ്, 3 യൂണിറ്റ്, അങ്ങനെ 10 യൂണിറ്റ്. ഓക്കെ, ലൈക്ക് ദാറ്റ് യുനോ. സോ അറൗണ്ട് 50 യൂണിറ്റ്സ്. നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ലേബർ കൂട്ടുമ്പോൾ അനുസരിച്ച് ഇതുണ്ടോ എങ്ങനെ ടോട്ടൽ പ്രൊഡക്റ്റ് കൂടുന്നുണ്ടോ? ആദ്യമേ ലേബർ കൂട്ടുന്നതനുസരിച്ച് ഭയങ്കരമായിട്ടുണ്ട് ടോട്ടൽ പ്രൊഡക്റ്റ് ഇങ്ങനെ വരും. ഉണ്ടോ? ശരിക്കും ഇപ്പോൾ ഡയഗ്രം ഇങ്ങനെ വരയ്ക്കേണ്ടതായിരുന്നു. ഇങ്ങനെയായിരുന്നു വരയ്ക്കേണ്ടത്, എന്നാലേ ഭയങ്കരമായിട്ട് കൂടുള്ളൂ. ഇവിടെ ഒരു സ്ലോപ്പ് വരാൻ വേണ്ട ഞാൻ ഇത്ര അങ്ങോട്ട്. ഓക്കെ, സോ ഇതാണ് ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ ഒരു പോക്കെ. ഔട്ട്പുട്ട് ഇൻപുട്ട് കൂട്ടും തോറും ടോട്ടൽ പ്രൊഡക്റ്റ് ഇങ്ങനെ കൂടുക. ഇവിടെയൊക്കെ വരുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് നല്ലപോലെ കൂടി. ഓക്കെ, ഇനി ഇത് കഴിയുമ്പോഴത്തേക്കും ടോട്ടൽ പ്രൊഡക്റ്റ് ഔട്ട്പുട്ട് ഇൻപുട്ട് കൂടുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ച് ഇത് ഇവിടെ ഉണ്ട്. ഇവിടം വരെ വരുന്ന ആ സമയത്തെ ടോട്ടൽ പ്രൊഡക്റ്റ് ഇത്രയും കണ്ടേ കൂടുള്ളൂ. ഇൻപുട്ട് ഇത്രയും കണ്ട് കൂടി, ലേബർ അത്രയും കണ്ട് കൂട്ടിയിട്ടും ഔട്ട്പുട്ട് ഇത്രയും കണ്ടേ കൂടുകയുള്ളൂ. അപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഇൻക്രീസ് ചെയ്തു. പക്ഷേ എന്ത് സംബന്ധിച്ചാലും നല്ല സ്പീഡിൽ ഇൻക്രീസ് ചെയ്തില്ല. നമുക്ക് കണ്ടറിയാം. ഇവിടെ വരുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് അതുകൊണ്ട് നമുക്കിവിടെ പറയുകയാണെങ്കിൽ ഒരു 40 യൂണിറ്റ് ലേബർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം ആയി. പിന്നെ എത്ര തൊഴിലാളികൾ വന്നാലും ടോട്ടൽ പ്രൊഡക്റ്റ് ഡിക്ലൈൻ ചെയ്യുക. ഓക്കെ, അതാണ് ഈ TPയുടെ ഷേപ്പ് നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പം അത് ഞാൻ ഇങ്ങനെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ സെയിം കാര്യം തന്നെ നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഏതൊക്കെ അടയാളപ്പെടുത്തുന്നത്? ഈ x-ആക്സിൽ ക്വാണ്ടിറ്റി ഓഫ് ലേബർ എന്താണ്? നമ്മുടെ വേരിയബിൾ ഫാക്ടർ, ശരിയല്ലേ? വേരിയബിൾ ഫാക്ടർ. ഈ y-ആക്സിലോ ടോട്ടൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് അത് രേഖപ്പെടുത്തും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ഓൺ ദി y-ആക്സിസ് ടോട്ടൽ പ്രൊഡക്റ്റ് ഓർ ആവറേജ് പ്രൊഡക്റ്റ് കേസ് നമ്മളിപ്പം എടുക്കേണ്ട, പിന്നീട് എടുത്താൽ മതി. ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് ആർ മെഷേർഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ഡയഗ്രാം അതിൻ്റെ ആ 2 ആക്സിസിനെ കുറിച്ച്. ഇനി നമ്മളെ എന്താണ് ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ നമുക്ക് കാണിച്ചു തരുന്നത്? അത് നമ്മളോട് പറഞ്ഞത് ഹൗ ദി ടോട്ടൽ പ്രൊഡക്റ്റ് ആൻഡ് ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ്, ടോട്ടൽ പ്രൊഡക്റ്റ്, ദി ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് ദി മാർജിനൽ പ്രൊഡക്റ്റ് of the variable factor, okay, changes as a result of the increase in the quantity of the variable factor. ലേബർ ഇങ്ങനെ കൂടുതൽ ഉപയോഗിക്കുന്നതനുസരിച്ച് ലേബറിൻ്റെ തന്നെ ഏറ്റവും അവസാനത്തെ യൂണിറ്റിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ട്, ആവറേജ് ലേബറിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ട്, ലേബറിൻ്റെ ഓട്ടോ ശ്രദ്ധിക്കണം എന്ത് മാറ്റം വരുന്നു എന്നാണ് ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ നമ്മളോട് പറയുന്നത്. ഫിക്സഡ് ഫാക്ടർ കോൺസ്റ്റൻ്റ് ആണ്. സോ ഹൗ ദി ടോട്ടൽ പ്രൊഡക്റ്റ്, ഫസ്റ്റ് ടോട്ടൽ പ്രൊഡക്റ്റ് എങ്ങനെ നമ്മൾ കണ്ട ഇപ്പോഴത്തെ ഡയഗ്രത്തിൽ. പിന്നെ അതുപോലെ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് വാട്ട്സ് ലേബർ,
അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കുന്നു. പിന്നെ അതുപോലെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ, ഇവ എങ്ങനെ ചേഞ്ച് ചെയ്യും? ഓക്കെ, വിത്ത് ഇൻക്രീസ്ഡ് യൂസ് ഓഫ് വാട്ട്? ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ലേബർ. ഓക്കെ, അതാണ് നമ്മളോട് ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പറയുന്നത്. ഫിക്സഡ് ഫാക്ടർ കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഡയഗ്രത്തിലൊന്ന് കാണുവാണ്. അപ്പോൾ ഞാൻ തന്നെ ഒരു ഡയഗ്രം വരയ്ക്കാം. നമ്മൾ ക്ലാസ്സിൽ വരച്ച ഡയഗ്രം തന്നെ കേട്ടോ. ഇത് വരയ്ക്കുമ്പോൾ വലിയ കുഴപ്പമില്ലായിരിക്കും. ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇതിൽ നമ്മളിവിടെ ആദ്യം എന്ത് ലേബർ അടയാളപ്പെടുത്തുക. ക്വാണ്ടിറ്റി ഓഫ് ലേബർ. സോ ലേബർ. ഓക്കെ, ലേബർ. ഇവിടെ എന്താണ്? ടോട്ടൽ പ്രൊഡക്റ്റ് TP ഓർ ഔട്ട്പുട്ട്. ഓക്കെ, ഞാൻ വരച്ച് നോക്കാവേ. ഓക്കെ, ഏകദേശമൊക്കെ ഒത്തിട്ടുണ്ട് TP. അപ്പോൾ ഇതാണ് TPയുടെ ഒരു ഷേപ്പ്. ഓക്കെ, ഇനി ഈ ഡയഗ്രാമാറ്റിക് ഇല്ലസ്ട്രേഷനിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേക്കും ആദ്യം തന്നെ നല്ല സ്റ്റീപ്പിലങ്ങ് പോവുക. ഇവിടെ വരുമ്പോഴത്തേക്കും അങ്ങനെ സ്ലോപ്പ് അങ്ങ് കൂട്ടുക. ഇനി സ്ലോപ്പ് ഇങ്ങനെ കൂട്ടുക, അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിന് ശരിക്കും പറയുകയാണെങ്കിൽ ഈ TPക്ക് ഒരു 2-3 പാർട്ടുണ്ട്. ഒന്ന് നോക്കുക, 2-3 പാർട്ടുണ്ട്. ഇവിടം തൊട്ട് ഇവിടം വരെ ഇതിൻ്റെ സ്ലോപ്പ് കൂടുക. എവിടം തൊട്ട് ഇവിടം വരെ ഞാൻ ഇവിടെ ഒരു പോയിൻ്റ് F എന്നങ്ങ് അടയാളപ്പെടുത്തുക. ഇവിടെ സ്ലോപ്പ് ഭയങ്കര കൂടുതലാണ്. സ്ലോപ്പ് ഇവിടെ ഭയങ്കര, ഇതൊരു സ്റ്റോപ്പിൻ്റെ ലൈനായി സ്ലോപ്പ് ഭയങ്കര കൂടുതൽ ഇങ്ങനെ കുറയാണ്. ഞാൻ നിങ്ങൾ പഠിപ്പിച്ച് ഓർക്കുന്നുണ്ടോ? ഇവിടെ വരുമ്പോഴത്തേക്കും സ്ലോപ്പ് 0 ആവും. സ്ലോപ്പ് 0 ആവുമെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും മാക്സിമം സ്ലോപ്പാണ്, ഭയങ്കര സ്ലോപ്പ് ഇച്ചിരി കൂടുതലാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെ സ്ലോപ്പ് പയ്യെ കണ്ടോ ഇനി ഇങ്ങ് പോയി കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ സ്ലോപ്പ് ഭയങ്കര മാക്സിമം ആവും അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. പോയിൻ്റ് F എന്നൊക്കെ ചുമ്മാ പറഞ്ഞ് പേരിടുക. അത് കഴിഞ്ഞ് ഇതിൻ്റെ സ്ലോപ്പ് കുറയുക. കണ്ടോ, ചെരിവ് കുറയുക. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുമോ ഇതിൻ്റെ സ്ലോപ്പ് 0 ആയാൽ? മനസ്സിലായല്ലോ? സോ TP ആണിത്. TPയുടെ സ്ലോപ്പ് ഇവിടെ 0 ആയാൽ. TP ആണിത്. TPയുടെ സ്ലോപ്പ് ഇവിടെ മാക്സിമം. ഇത് ഇങ്ങനെ ഡിക്ലൈൻ ചെയ്യാം. ഓക്കെ, സോ ഇതിനൊരു പ്രത്യേക ഈ 2 ഡയഗ്രം കൂടെ, ഈ ഡയഗ്രത്തിനെ അല്ലെങ്കിൽ ഈ ലൈനെ, ഈ TP എന്ന് പറയുന്ന ലൈനിനെ 2-3 പോർഷൻ ഉണ്ടെങ്കിൽ ഇത് ഒന്നാമത്തെ പോർഷനും ഇത് രണ്ടാമത്തെ പോർഷനാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ പോർഷനും രണ്ടാമത്തെ പോർഷനും ശരിക്കും ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ്റെ 2 സ്റ്റേജ്, പല സ്റ്റേജിനെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. സ്റ്റേജ് ഇതുമായിട്ട് മാത്രം ബന്ധപ്പെട്ടല്ല, അത് നമ്മൾ പിന്നീട് കാണും. ഓക്കെ, സോ അപ് ടു ദിസ് പോയിന്റ് TP ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. ഓക്കെ, at an increasing rate. So TP increases at an increasing increasing rate. Okay, so up to this point F. So TP increases at an increasing rate. Okay, the slope of the TP is increasing. Slope of the TP is increasing. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള എന്താണ്? സ്ലോപ്പ് ഓഫ് ദി ടോട്ടൽ ആയിരിക്കും എന്ത്? മാർജിനൽ എന്നുള്ളത് അല്ലേ? സ്ലോപ്പ് ഓഫ് ദി ടോട്ടൽ ആയിരിക്കും മാർജിനൽ. ഇവിടെ നമ്മൾ കാണിക്കുന്നത് മാർജിനൽ പ്രൊഡക്റ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, മാർജിനൽ പ്രൊഡക്റ്റിന് എന്ത് സംഭവിക്കുന്നു, എന്ത് കാരണം? ലേബറിന് ചേഞ്ച് ചെയ്യുന്ന കാരണം. അതാണ് നമ്മുടെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറഞ്ഞത്. പഠിച്ചതാണ്, നിങ്ങൾ ഓർക്കണം. സോ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡ്യൂ ടു ചേഞ്ച് ഇൻ വാട്ട്? ലേബർ. ലേബറിൻ്റെ ചേഞ്ച് ഒന്നുമുണ്ട്, അല്ലെങ്കിൽ ലേബർ കൂട്ടിയതുകൊണ്ട് ഔട്ട്പുട്ടിന് എന്ത് ചേഞ്ച് വരുന്നു, അതാണ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ നമ്മളോട് കാണിക്കുക. ഓക്കെ, ഇത് ശരിക്കും TPയുടെ സ്ലോപ്പാണ്. മനസ്സിലായല്ലോ? TPയുടെ സ്ലോപ്പ് എന്ന് പറയുന്നതാണ്. TP എന്ന് പറയുന്നത് ഔട്ട്പുട്ട് തന്നെയാണ്, Q ആണ്. ഓക്കെ, ശരി. അപ്പം ഈ TPക്ക് അല്ലെങ്കിൽ ഔട്ട്പുട്ടിന് എന്ത് സംഭവിക്കുന്നു? ലേബർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് എന്നാണ് നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്നോട് പറയാം. മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ പറയുന്നത് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡ്യൂ ടു ചേഞ്ച് ഇൻ വാട്ട്? ചേഞ്ച് ഇൻ ലേബർ. ഓക്കെ, അപ്പോൾ നമ്മളതിനെ TPയുടെ സ്ലോപ്പായിട്ട് തന്നെ കാണാം. കാരണം ലേബർ മാത്രമാണല്ലോ ചേഞ്ച് ചെയ്യുന്നത്, അല്ല ലേബർ മാത്രമേ ചേഞ്ച് ചെയ്യും. സോ അങ്ങനെ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ഈ TP എന്ന് പറയുന്നത് TPയുടെ സ്ലോപ്പാണ് എന്ത്? മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ഓക്കെ, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ഓക്കെ, സോ അങ്ങനെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടം വരെ TPയുടെ സ്ലോപ്പ് കൂടുക. TP ഇൻക്രീസസ് ആൻഡ് ഇൻക്രീസിങ് റേറ്റ് നമ്മൾ സ്ലോപ്പ് കൂടുക. പോയിൻ്റ് F കഴിഞ്ഞാൽ TPയുടെ സ്ലോപ്പ് കുറയുക. TPയുടെ സ്ലോപ്പ് കുറയാണ്, മനസ്സിലായല്ലോ? TP ഇൻക്രീസ് ചെയ്യുക. TP ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ബട്ട് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ TP ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. മനസ്സിലായല്ലോ? ഇവിടെ TP മാക്സിമം ഇവിടം വരെ TP ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്.
ഇവിടെ താഴോട്ട് ടി പി ഡിക്രീസസ് അല്ലേ, ടി പി ഡിക്രീസസ്. ഇവിടെ തൊട്ട് ഇവിടെ ടി പി ഇൻക്രീസസ് ആറ്റ് ഡിക്രീസിങ് റേറ്റ്. അപ്പോൾ ഈ ഒരു സ്ട്രെച്ചിൽ ടി പി മാക്സിമം ആവുന്നവരെ ആ ഒരു സ്ട്രെച്ച് അതാണല്ലോ ഒരു നമുക്ക് ലോജിക്കലി നല്ലതെന്ന് നമുക്ക് പറയാം. ടി പി ഇൻക്രീസ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സിറ്റുവേഷൻ നല്ലത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഈ 2 പാർട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ ആ പാർട്ട് വ്യത്യാസപ്പെടുന്നത് ഇവിടെ വെച്ചാണ്. സോ ടിൽ ഇവിടെ വരെ ടി പി ഇൻക്രീസ് ചെയ്യുന്നു. ദിസ് പോയിന്റ് വേർ ദി ടി പി സ്റ്റോപ്സ് ഇൻക്രീസിങ് ആറ്റ് an increasing rate. The TP stops increasing at an increasing rate. That point is called the point of inflection. മനസ്സിലായില്ല? പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ. അപ്പോൾ ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ പോയിന്റ് എഫ് ആയിട്ട് നമ്മൾ അടയാളപ്പെടുത്തുക. ഓക്കെ, സോ ഒന്നുകൂടെ ഓർക്കണം, ഇവിടെ പോയിന്റ് ഒറിജിനൽ തൊട്ട് ടി പി എങ്ങനെയാണ് പോകുന്നത്, എന്ത് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്, ലേബർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്. ഓക്കെ, സോ അത്രയും ഈ ഡയഗ്രത്തെക്കുറിച്ച് ഓർക്കുക. ഇവിടെ നിന്ന് O തൊട്ട് എഫ് വരെ ടി പി ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. എഫ് തൊട്ട് നമുക്കിവിടെ എന്താ പറയുക, നമുക്ക് എം എന്നൊക്കെ ചുമ്മാ ഇടാം തൽക്കാലത്തേക്ക് കേട്ടോ. എഫ് തൊട്ട് എം വരെ ടി പി ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. അതിനുശേഷം ടി പി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദി പൊസിഷൻ ആൻഡ് ദി പാത്ത് ഓഫ് ടി പി വിത്ത് റിഗാർഡ് ടു increased use of or application of what the variable factor labor. ഓക്കെ, ഇനി നമ്മളുണ്ടല്ലോ ഒരു ഡയഗ്രാം ഞാനിങ്ങനെ നെറ്റിൽ നിന്ന് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. വരയ്ക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് എളുപ്പത്തിന് ചെയ്തോ കേട്ടോ, നിങ്ങൾ തന്നെ വരയ്ക്കണം. അപ്പോൾ ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ടി പി അതുപോലെ എ പി എം പി ഇതൊക്കെ കിട്ടുന്നതെന്ന് ഈ ഡയഗ്രത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ബാക്കി ഇങ്ങോട്ട് ഞാൻ തന്നെ വരയ്ക്കാം. നമ്മൾ മുമ്പേ വരച്ച ഡയഗ്രം ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുകയാണ്. ഇവിടെ നിങ്ങൾ വിചാരിക്കുക ടി പിയുടെ സ്ലോപ്പ് മാക്സിമം, പോയിന്റ് എഫ് ഏതാണ്, ഇൻഫ്ലെക്ഷൻ പോയിന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. താഴെ ഒരു 2 ടയർ ഡയഗ്രമാണ്, ഇത് കണ്ടറിയാം. ഞാൻ ഇത് സിംഗിൾ ടയറാണെന്ന് വെച്ചാൽ ഞാൻ 2 ടയറായിട്ട് അങ്ങ് വരയ്ക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തുന്ന ലേബറാണ്. ഓക്കെ, ഇവിടെ ലേബറാണെങ്കിൽ 2 ടയർ ലേബറിൻ്റെ ഇവിടെ ലേബറായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ടി പി ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെ നമ്മൾ രേഖപ്പെടുത്താൻ പോകുന്ന എം പിയും എ പി ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന് മുമ്പ് ജസ്റ്റ് നമ്മൾ പറഞ്ഞു വെച്ചു, സ്ലോപ്പ് ഓഫ് ദി ടി പി എന്ന് പറയുന്നത് മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് ലേബറാണ്. ഓക്കെ, കാരണം നമ്മൾ ലേബറിനെ കുറിച്ച് മാത്രം നമ്മൾ പഠിക്കുന്നു, ലേബറാണല്ലോ. അപ്പോൾ ഇവിടെ ഈ സ്ലോപ്പ് ഓഫ് ദി ടി പി മാക്സിമം ഇവിടെയാണ്. സ്ലോപ്പ് ഓഫ് ദി ടി പി എന്ന് പറയുന്നത് മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ആണെങ്കിൽ മാർജിൻ പ്രൊഡക്റ്റ് മാക്സിമം ആവും ഇവിടെ, ശരിയല്ലേ? മാർജിൻ പ്രൊഡക്റ്റ് മാക്സിമം ആണ്. സ്ലോപ്പ് ഓഫ് ടി പി എന്ന് പറഞ്ഞാൽ എന്താണ്, മാർജിൻ പ്രൊഡക്റ്റാണ്. അങ്ങനെ ഈ ലേബറിൻ്റെ മാർജിൻ പ്രൊഡക്റ്റ് മാക്സിമം ആവുന്ന എപ്പോഴാണ്, സ്ലോപ്പ് ഓഫ് ദി ടി പി മാക്സിമം ആകുമ്പോൾ. അപ്പോൾ ഇവിടെയാണ്. ഓക്കെ, നമ്മൾ ഇനി ഒന്ന് താഴോട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കും, ഇനി താഴോട്ട് ഇങ്ങനെ കുത്തിടുക, ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ് സ്ലോപ്പ് ഓഫ് ദി ടി പി 0 ആവുന്നത് ഇവിടെയാണ്, ശരിയല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ എം പി ഓഫ് എൽ 0 ആവുക, മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് ലേബർ 0 ആവുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് താഴോട്ട് ഇങ്ങനെ ഒരു വരയും കൂടെ വരയ്ക്കാം. ഓക്കെ, ഇവിടെ നോക്കാം. ഓക്കെ, ഇനി ഇങ്ങനെ മാർജിൻ പ്രൊഡക്റ്റ് വരയ്ക്കുക. ഇത് മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് ലേബറാണ്, മനസ്സിലായോ? മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് ലേബർ വൃത്തിയായിട്ട് വരയ്ക്കാം, എഴുതാം. മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ഓക്കെ, സോ നമ്മൾ 2 പോയിന്റ് ഓർത്തിരിക്കുക. ഒന്ന്, വെൻ ഈ എം ബി റീച്ചസ് മാക്സിമം. സെക്കൻഡ്, ഇവിടെ വെൻ എം ബി ബിക്കംസ് 0. അപ്പം ടി പി മാക്സിമം ആകുമ്പോൾ എം ബി എത്രയായിരിക്കും, എം ബി 0 ആയിരിക്കും. ടി പി ഡിക്ലൈൻ ചെയ്യുമ്പോൾ എം ബി എന്തായിരിക്കും, എം ബി നെഗറ്റീവ് ആയിരിക്കും. സോ ദിസ് ഇസ് ദ പാത്ത് ഓഫ് എം ബി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ചസ് ഇൻ വാട്ട് ടി പി. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കണം. നമ്മൾ ഓർക്കുക ഇവിടം തൊട്ട് ഇവിടം വരെ വെൻ ടി പി ഇൻക്രീസസ് അറ്റ് എൻ ഇൻക്രീസിംഗ് റേറ്റ് എം ബി ഇൻക്രീസസ്. ഓക്കെ, വെൻ അറ്റ് ദി ഇൻഫ്ലെക്ഷൻ പോയിന്റ് വെൻ ടി പി സ്റ്റോപ്സ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ് എം ബി ബിക്കംസ് മാക്സിമം. അത് കഴിഞ്ഞ് വെൻ ടി പി increases at a decreasing rate TP decreases, rather MB decreases. പിന്നെ നമ്മൾ ടി പി മാക്സിമം ആകുമ്പോൾ അല്ലെങ്കിൽ ടി പിയുടെ സ്ലോപ്പ് 0 ആകുമ്പോൾ എം ബി 0 ആവും. ഓക്കെ, സോ എം ബി 0 ആവും. അത് കഴിഞ്ഞ് ടി പി ഡിക്ലൈൻ ചെയ്യുമ്പോഴത്തേക്കും
ഈ എം ബി നെഗറ്റീവ് ആവും. സോ ദിസ് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദ ടി പി ആൻഡ് എം ബി. ഓക്കെ, ഓർ ദി റിലേഷൻ ബിറ്റ്വീൻ ദി സ്ലോപ്പ് ഓഫ് ടി പി ആൻഡ് വാട്ട് ദി എം ബി. എം ബി ഇറ്റ് സെൽഫ് ഈസ് വാട്ട് ദി സ്ലോപ്പ് ഓഫ് ടി പി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ വരച്ചു. അതൊക്കെ ഇവിടെ ഞാൻ ഈ വരച്ച ഡയഗ്രത്തേക്കാൾ നമ്മളിവിടെ വൃത്തിയായിട്ട് ഈ ഡയഗ്രത്തിലുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം വെച്ചാൽ ഈ സ്ലോപ്പ് ഇവിടെ മാക്സിമം ഒന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇൻഫ്ലെക്ഷൻ പോയിൻ്റ് അങ്ങ് റിഫ്ലക്റ്റ് ചെയ്തില്ല, അവിടെ മാത്രമേ ചെറിയൊരു പ്രശ്നമുള്ളൂ. അപ്പം നമ്മൾ നോക്കിയോട്ടെ. അപ്പോൾ ഇതാണ് അതിൻ്റെ എന്താണ് എം ബിയുടെയും ടി പിയുടെയും തമ്മിലുള്ള എം ബിയും ടി പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇനി നമ്മൾ ഒരു ഡയഗ്രാം കൂടെ ഇതിനകത്ത് നമുക്ക് ഒരു കറും കൂടെ ഇതിനകത്ത് വരയ്ക്കേണ്ടതുണ്ട് അല്ലേ. നമ്മൾ കണ്ടതാണ് ടി പിയെ കുറിച്ച് കണ്ടു, എം ബിയെ കുറിച്ച് ഒരെണ്ണം കൂടെ. അതിൻ്റെ പേരാണ് എ പി. ഓക്കെ, എ പി എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ഇതിവിടെ മാക്സിമം ആവുക. എൻ്റെ ഡയഗ്രത്തിൽ മോശം, ഞാൻ ഒന്നുകൂടെ ഡിലീറ്റ് ചെയ്യാവേ. ഓക്കെ, ഇവിടെ മാക്സിമം നിങ്ങൾ അസ്യൂം ചെയ്യുക കേട്ടോ. ഇവിടെ എ പി ആണ്, നീട്ടിയും കാണിച്ചേക്കാം. എ പി എൽ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ഇതിവിടെ മാക്സിമം ആണെന്ന് നമ്മൾ വിചാരിക്കുക. ഇവിടെ ഓക്കെ, ദാറ്റ് ഈസ് ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി ഓഫ് ലേബർ. ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി ഓഫ് ലേബർ ആണല്ലോ. ഓക്കെ, സോ നമ്മൾ ഈ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബറിനെ കുറിച്ച് കാണുമ്പോഴേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ മാക്സിമം ആവുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ലോപ്പൊന്നും ഞാൻ പറയുന്നില്ല, ടു അവോയ്ഡ് കോംപ്ലക്സിറ്റീസ് ഇനോ. അപ്പം ഇവിടെ ഈ എം ബി ഓഫ് ലേബർ ടി പിയുടെ എ പിയുടെ മാക്സിമസ് കട്ട് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു പോയിൻ്റ് നമ്മളിവിടെ ഇങ്ങനെ രേഖപ്പെടുത്തണം. ടി പിയുടെ ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തുക. ഓക്കെ, ഇവിടെ ഈ ഒരു പോയിൻ്റ് ഇവിടെ അതിനൊരു പേരൊന്നും കൊടുക്കണ്ട പോട്ടെ. അപ്പോൾ ഇവിടെ ഈ ഒരു ടി പിയുടെ ഒരു പോയിൻ്റ് ഇനി താഴോട്ട് നമ്മൾ നേരെ വരയ്ക്കുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് മനസ്സിലാവും എന്താണ് എ പി മാക്സിമം ആവുക. ഓക്കെ, സോ ഇനി നമ്മൾ കാണുവാണെങ്കിൽ എ പി മാക്സിമം ആവും, എം ബി അതിന് മുകളിൽ നിന്ന് കട്ട് ചെയ്യും, പിന്നെ എം ബി അങ്ങോട്ട് എന്താവും നെഗറ്റീവ് ഒക്കെ ആവും. നമ്മൾ ഓൾറെഡി കണ്ട. ഓക്കെ, എം ബി നെഗറ്റീവ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഈ ലോ ഒരു പ്രൊപ്പോർഷൻസിലെ പ്രൊഡക്ഷന് പല സ്റ്റേജസ് ഉണ്ട്. നമ്മൾ ആദ്യമേ കണ്ടു, സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. ഓൾറെഡി നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് കാണാൻ പറ്റും. ഓക്കെ, ഈ സ്റ്റേജ് 1 എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേജ് 1 ഈസ് കോൾഡ് സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ്. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ദി സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ്. അപ്പോൾ നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ്, സ്റ്റേജ് 1. ഇൻ ദിസ് സ്റ്റേജ് ടോട്ടൽ പ്രൊഡക്റ്റ് ടു എ പോയിന്റ് ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. ഓക്കെ, നമ്മൾ കണ്ട പോയിന്റ് എഫ് വരെ from the origin to point of the diagram. Slope of the total product of TP is increasing. Slope increase ചെയ്യാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം വേറെ രീതി ടി പി ഇൻക്രീസസ് അറ്റ് എൻ ഇൻക്രീസിങ് റേറ്റ്, ഓർ ഇൻ അതർ വേഴ്സ് ദി ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് അറ്റ് ഇൻക്രീസിങ് റേറ്റ്. ഓക്കെ, ഇനി അത് അപ് ടു പോയിന്റ് എഫ് വരെയുള്ളൂ. ഹെൻസ് ദി മാർജിനൽ പ്രൊഡക്റ്റ് എം ബി ഓർ എം ബി മാർജിനൽ പ്രൊഡക്റ്റ്, ദാറ്റ് മീൻസ് എം ബി എൽ ഇറ്റ് ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ again from the point F onwards during stage 1 the total product goes rising. ഇനി എഫ് തൊട്ട് നമ്മൾ കണ്ട ഒന്നുകൂടെ ഞാൻ ഇങ്ങോട്ടൊന്ന് വരയ്ക്കുവാണെങ്കിൽ ഇതാണ് എഫ് എങ്കിൽ എഫ് തൊട്ട് ഇവിടം വരെ എം വരെയുള്ള ആ പോയിന്റ് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു ഡിക്രീസിങ് റേറ്റില്ല നമ്മൾ പറഞ്ഞ. ഓക്കെ, സ്ലോപ്പ് ഡിക്ലൈൻ ചെയ്യുന്നു, വിച്ച് മീൻസ് ദാറ്റ് ഫ്രം പോയിന്റ് എഫ് ഓൺവേഴ്സ് ദി ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് അറ്റ് എ ഡെമിനിഷിങ് റേറ്റ്. അതാണ് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് ഡെമിനിഷിങ് റേറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് ഡിക്ലൈൻ ചെയ്യുന്നു. ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് കോൺവേർട്ട് ഡൗൺവേഴ്സ്. ഓക്കെ, മാർജിനൽ പ്രൊഡക്റ്റ് ഹോൾസ്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ആ ഒരു പോയിന്റിൽ മാർജിനൽ പ്രൊഡക്റ്റ് നമ്മൾ മുമ്പിടെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, ഡിക്ലൈൻ ചെയ്യുക. ഓക്കെ, ഇവിടെയാണല്ലോ 0 ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയും രണ്ടും സെയിമാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു റിഫ്ലക്ഷനായത് ഇതിൻ്റെ ഒരു റിഫ്ലക്ഷനാണത്. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ടോട്ടൽ മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്ലൈൻ ചെയ്യുക, ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുക അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. ആ കാര്യമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഫ്രം ദി പോയിന്റ് എഫ് ഓൺവേർഡ്സ്. ഓക്കെ, ഇത്ര ഏരിയയിൽ ഡ്യൂറിങ് സ്റ്റേജ് 1 total product goes on rising but slope is declining, which means that point from onwards the total product increase at a diminishing rate or marginal product
ഫാൾസ് ബട്ട് പോസിറ്റീവ്. ഓക്കെ, നമ്മൾ സ്റ്റേജ് 1 എന്താ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഡയഗ്രം ഞാൻ ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, സ്റ്റേജ് 1 ഇവിടെ കൊണ്ട് അവസാനിക്കും, ഇവിടെ വരെ വരികയില്ല. നിങ്ങൾ എപ്പോഴും പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ടി വരും, ഇവിടെ കൊണ്ട് അവസാനിക്കും. എവിടെയാണ് ഇത്, എന്തുകൊണ്ടാണ് ഇവിടെ അവസാനിക്കുന്നത് നമ്മളിപ്പോൾ കാണും. ഓക്കെ, ഇവിടം വരെ ടോട്ടൽ സ്റ്റേജ് 1 ഇല്ല, അങ്ങനെ വെച്ചേക്കരുത്. പരീക്ഷയ്ക്ക് നിങ്ങൾ ഓർമ്മ ഇവിടെ സ്റ്റേജ് 1 എന്തുകൊണ്ടാണ് അവിടെ വരുന്നത് ഞാനിപ്പോൾ തന്നെ പറഞ്ഞുതരാം. ഓക്കെ, ദി പോയിന്റ് ഓഫ് വേർ ദി ടോട്ടൽ പ്രൊഡക്റ്റ് സ്റ്റോപ്സ് അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ് ആൻഡ് സ്റ്റാർട്ട്സ് ഇൻക്രീസിംഗ് അറ്റ് ഡിമിനിഷിംഗ് റേറ്റ് ഈസ് കോൾഡ് പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലേ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ. ഓക്കെ, ദെൻ കറസ്പോണ്ടിങ് ടു വെർട്ടിക്കലി ടു ദിസ് പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ മാർജിൻ പ്രൊഡക്റ്റ് ഈസ് മാക്സിമം. ഇതാണ് പോയിന്റ് ഇൻഫ്ലെക്ഷനിൽ നമ്മൾ മാർജിൻ പ്രൊഡക്റ്റ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, സോ മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഇതാണ് എക്സ് ആക്സിസ്, ഇത് നെഗറ്റീവ് പോർഷനാണ്. ഇത് ടോട്ടൽ പ്രൊഡക്റ്റ് നമ്മൾ ശ്രദ്ധിക്കുക, ഇത് പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ. അപ്പോൾ അവിടെ ടോട്ടൽ പ്രൊഡക്റ്റ് എന്തായി മാക്സിമം, ആ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കറസ്പോണ്ടിങ് വെർട്ടിക്കലി ടു ദിസ് പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ മാർജിൻ പ്രൊഡക്റ്റ് ഈസ് പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ എഫ്. അതിന് താഴെ എന്ത് ചെയ്യും, മാർജിൻ പ്രൊഡക്റ്റ് മാക്സിമം ആയിരിക്കും. ടു വിച്ച് സ്ലോപ്സ്, അതിനുശേഷം എന്ത് ചെയ്യും, സ്ലോപ്പ് ഡൗൺവേർഡ്സ്. ഏതാണ് സ്ലോപ്പ് ഡൗൺവേർഡ് ചെയ്യുന്നത്, മാർജിൻ പ്രൊഡക്റ്റ്. ഓക്കെ, എല്ലാം കണ്ട ആ ഡയഗ്രം ഞാൻ ഒന്നുകൂടെ ഇടയ്ക്ക് റീപ്ലേസ് ചെയ്ത് നിങ്ങൾ റിഫ്രഷ് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് മനസ്സിലിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഞാൻ ഡയഗ്രം കാണിച്ചുകൊണ്ടിരിക്കും. ശ്രദ്ധിക്കുക, ഇതാണ് പോയിന്റ് ഓഫ്. ഓക്കെ, ഇനി നമ്മൾ കാണുക സ്റ്റേജ് 1 സ്റ്റേജ് ഓഫ് ഇൻക്രീസ് റിട്ടേൺസിനെ കുറിച്ച് കൂടുതലുള്ള പോയിന്റ്. സ്റ്റേജ് 1 ends where the average product curve reaches its highest point. അതാണ് ഈ സ്റ്റേജ് 1 എപ്പോഴാണ് അവസാനിക്കുന്നത്. സ്റ്റേജ് 1 അവസാനിക്കുന്നത് ഓക്കെ ഇവിടെയാണ് മാക്സ് എഫ് എന്ന് നമ്മൾ വിചാരിക്കുക. ഇത് ടോട്ടൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ഓക്കെ, ഇവിടെ നമ്മൾ ആ ലൈനൊക്കെ വരച്ചായിരുന്നു, അല്ലെങ്കിൽ കർവൊക്കെ വരച്ചായിരുന്നു. താഴെ എന്താണ് മാർജിൻ പ്രൊഡക്റ്റ്, ഇവിടെ എന്താണ് മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് ലേബർ, ഇതാണ് മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ഓക്കെ, ഇവിടെ 0 ആവുന്നു, ഇത് മാക്സിമം ആവുന്നു. സോറി, ടി പി മാക്സിമം ആകുമ്പോൾ ടി പിയുടെ സ്ലോപ്പ് 0 ആകുമ്പോഴത്തേക്ക് മാർജിൻ പ്രൊഡക്റ്റ് 0 ആവും. ഓക്കെ, ഇനി അല്ലെങ്കിൽ ടി പിയുടെ സ്ലോപ്പ് മാക്സിമം ആകുമ്പോഴത്തേക്കും ഇവിടെ മാർജിൻ പ്രൊഡക്റ്റ് മാക്സിമം ആവും. ഇനി നമ്മൾ ആവറേജ് പ്രൊഡക്റ്റ് ഇങ്ങനെ വരച്ചു, ഇങ്ങനെ നമ്മളുണ്ട്. ഇവിടെ മാക്സിമം ഏത് ആവറേജ് പ്രൊഡക്റ്റ് ഒരിക്കലും 0 ആവുന്നില്ല കേട്ടോ, അത് പ്രശ്നമാണല്ലോ. ഞാൻ നമ്മൾ വായിക്കാം. ഇതാണ് ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബറെ. ആവറേജ് പ്രൊഡക്റ്റ് 0 ആവില്ല, നസം ചെയ്യുക ഫോർ ദി ടൈം ബിങ്ങിനോ. അപ്പോൾ ഇത് ആവറേജ് പ്രൊഡക്റ്റ് മാക്സിമം ആവാം. ആ ആവറേജ് പ്രൊഡക്റ്റ് മാക്സിമം ആവുന്ന പോയിന്റ് നമ്മളിവിടെ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഈ തിയറി പറയുന്നത് അറിയോ, ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ സ്റ്റേജ് ഓഫ് ഇൻക്രീസ് റിട്ടേൺസ് എന്ന് പറയാം. ആവറേജ് പ്രൊഡക്റ്റ് മാക്സിമം ആവുന്ന ആ പോയിന്റ് എവിടെയാണോ അവിടെ വരെ ആയിരിക്കും സ്റ്റേജ് 1. അപ്പോൾ ഇതായിരിക്കും സ്റ്റേജ് 1. അല്ല, ഇവിടെ കൂട്ടി വരച്ചേക്കരുത്, ഇവിടെ കൂട്ടി വരച്ചേക്കരുത്. നമ്മൾ വരയ്ക്കേണ്ടത് എവിടെയാണ്, ഇത്രയും പോയിന്റ് എവിടം വരെ ആവറേജ് പ്രൊഡക്റ്റ് എപ്പോഴാണോ മാക്സിമം ആവുന്നത്. ഇവിടെ എല്ലാം ലേബറാണ്, ഇവിടെ ലേബർ, ഇവിടെ ടി പി, ഇവിടെ എം പി, അതുപോലെ എ പി. ഓക്കെ, സോ എപ്പോഴാണ് ആവറേജ് പ്രൊഡക്റ്റ് മാക്സിമം ആകുന്നത്, ഇവിടെയാണ് മാക്സിമം ആകുന്നത്, അവിടെയായിരിക്കും സ്റ്റേജ് 1. ഇവിടെയല്ല സ്റ്റേജ് 1 അവസാനിക്കുന്നത്, ഇവിടെയല്ല സ്റ്റേജ് 1 അവസാനിക്കുന്നത്, പിന്നെ അവിടെ സ്റ്റേജ് 1 അവസാനിക്കുന്നത് ഇവിടെയാണ്. വെൻ ആവറേജ് പ്രൊഡക്റ്റ് റീച്ചസ് മാക്സിമം. സോ സ്റ്റേജ് 1 ends where the average product curve reaches its highest point. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. ഡ്യൂറിങ് ദി സ്റ്റേജ് 1 വെൻ മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് ദി വേരിയബിൾ ഫാക്ടർ ഇസ് ഫോളിങ്. ഓക്കെ, ഇവിടെ ഫോളോ ചെയ്യാം. ഇറ്റ് സ്റ്റിൽ എക്സിഡ്സ് ആവറേജ് പ്രൊഡക്റ്റ്. മാർജിൻ പ്രൊഡക്റ്റ് ഇങ്ങനെ കുറയുകയാണെങ്കിൽ പോലും അത് ആവറേജ് പ്രൊഡക്റ്റിനേക്കാളും കൂടുതലാണ്. സോ ഡ്യൂറിങ് സ്റ്റേജ് 1 കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, സ്റ്റേജ് 1 കുറിച്ച് നമ്മൾ കുറേ പോയിന്റ് എഴുതി വെക്കുകയാണെങ്കിൽ, ഒന്ന് സ്റ്റേജ് 1 ടി പി ഈസ് ഇൻക്രീസിങ്, ശരിയല്ലേ, ആണല്ലോ. എ പി ഈസ് ഓൾസോ ഇൻക്രീസിങ്, ശരിയല്ലേ, എ പി ഈസ് ഇൻക്രീസിങ്, അതാണ് നമുക്ക് ടി പി ഈസ് ഓൾസോ ഇൻക്രീസിങ്. ഈ മാർജിനൽ പ്രൊഡക്റ്റോ ആദ്യം ഇൻക്രീസ് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. നോക്കാം, ഈ സ്റ്റേജ് 1 ടി പി ഇൻക്രീസ് ചെയ്യും, പക്ഷേ അത് കഴിഞ്ഞ് ടി പി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എ പി ഈസ് ഇൻക്രീസിങ് ത്രൂ ഔട്ട് ഈ സ്റ്റേജിൽ, എം പി ഇൻക്രീസ് ചെയ്യും, പിന്നെ ഡിക്രീസ് ചെയ്യും. ഇതാണ് എൻ്റെ ഒരു സ്റ്റാറ്റസ്, ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെയും ആവറേജ് പ്രൊഡക്റ്റിൻ്റെയും മാർജിൻ പ്രൊഡക്റ്റിൻ്റെയും. ഓക്കെ, ഡ്യൂറിങ് ദി സ്റ്റേജ് 1 വെൻ മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് ദി വേരിയബിൾ ഫാക്ടർ ഇസ് ഫോളിങ് ഇറ്റ് സ്റ്റിൽ എക്സിഡ്സ് ഇറ്റ്സ് ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് സോ കണ്ടിന്യൂസ് ടു കോസ്റ്റ് ആവറേജ് പ്രൊഡക്റ്റ് ടു റൈസ്. അപ്പോൾ ആവറേജ് പ്രൊഡക്റ്റിന് റൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴാണോ ആവറേജ് പ്രൊഡക്റ്റിനെ മാർജിൻ പ്രൊഡക്റ്റ് കട്ട് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് ആവറേജ് പ്രൊഡക്റ്റ് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും, മാർജിൻ പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റിനേക്കാളും താഴെ വരാനും തുടങ്ങും. ഓക്കെ, അപ്പോൾ ആ ലൈൻ കണ്ടപ്പം മനസ്സിലായല്ലോ. നമ്മൾ പറയുകയാണെങ്കിൽ ദസ് ഡ്യൂറിങ് ദി സ്റ്റേജ് 1 whereas the margin product curve rises
in a part and then falls, rises and then falls. Okay, and then falls. The average product curve rises throughout. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആവറേജ് പ്രൊഡക്റ്റ് ത്രൂ ഔട്ട് റൈസ് ചെയ്യുക. സോ സ്റ്റേജ് 1 ഈസ് കോൾഡ് സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ്. ക്ലാസ് നിങ്ങളോട് ഞാൻ പറഞ്ഞ ഓർക്കുന്നതാണ്. സ്റ്റേജ് 1 ഈസ് കോൾഡ് സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ആവറേജ് പ്രൊഡക്റ്റ് ഈസ് ഇൻക്രീസിങ് ത്രൂ ഔട്ട് ദി സ്റ്റേജ്. എന്തുകൊണ്ടാണ് സ്റ്റേജ് 1 സ്റ്റേജ് ഓഫ് ഇൻക്രീസ് റിട്ടേൺസ്? അപ്പോൾ ഒന്നുകൂടെ പറയാം. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റേജ് 1 സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ് എന്ന് പറയുന്നത്? കാരണം ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ വേറെ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, കണ്ടറിയും അല്ലേ, ഇതുകൊണ്ട് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ്. പക്ഷേ ടോട്ടൽ പ്രൊഡക്റ്റ് ഈ സ്റ്റേജ് 1 കഴിഞ്ഞ് പിന്നെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാറിയ പ്രൊഡക്റ്റ് ഇൻക്രീസ് ഉണ്ട്, പിന്നെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേജ് 1 ഇൻക്രീസ് റിട്ടേൺസ് എന്ന് പറയാനുള്ള കാരണം ത്രൂ ഔട്ട് ദി സ്റ്റേജ് ആവറേജ് പ്രൊഡക്റ്റ് ഈസ് ഇൻക്രീസിങ്. ഓക്കെ, ഡയഗ്രാം ഞാൻ ഒന്നുകൂടെ നെറ്റിൽ നിന്ന് കൊണ്ടുവന്ന ആ ഡയഗ്രാം ഒന്നുകൂടെ നിങ്ങൾ നോക്കുക. ഇനി സ്റ്റേജ് 2 സ്റ്റേജ് ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. ഇൻ ദിസ് സ്റ്റേജ് 2 the total product continues to increase at a diminishing rate until it reaches its maximum point each where the second stage ends. സോ സെക്കൻഡ് സ്റ്റേജ് അവസാനിക്കുക. എവിടെയാണ് സെക്കൻഡ് സ്റ്റേജ്? നമ്മൾ സെക്കൻഡ് സ്റ്റേജ് തുടങ്ങുന്നതിനെക്കുറിച്ച് അവസാനിക്കുന്നതിനെക്കുറിച്ച് ഒരുമിച്ച് പറയാം. കാരണം നമ്മൾ ഓൾറെഡി അത്ര എക്സോസ്റ്റീവായിട്ട് എന്ത് കവർ ചെയ്തു, ഫസ്റ്റ് സ്റ്റേജ് കവർ ചെയ്തു. ഓക്കെ, ഇതാണ് TP നമ്മളൊന്നുകൂടെ വരച്ച് കഴിഞ്ഞാലേ ഇവിടെ നമ്മൾ ഇൻഫ്ലക്ഷൻ പോയിൻ്റ് അടയാളപ്പെടുത്തി ഇവിടെ നമ്മൾ ഇങ്ങനെ MBയും കൂടെ നമുക്ക് താരങ്ങ് വരയ്ക്കാം. MB ഇത് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, ഇത് MB മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ഇത് നമുക്ക് AP രേഖപ്പെടുത്താം. AP മാക്സിമം ആകുന്നു. സ്റ്റേജ് 1 ഇവിടെ തീരുന്നു, സ്റ്റേജ് 1. ഓക്കെ, പിന്നെ ഇത്രയും ഭാഗങ്ങൾ സ്റ്റേജ് 2 ആണല്ലോ. അപ്പം സ്റ്റേജ് 2 തുടങ്ങുന്നത് എവിടെയാണ്? സ്റ്റേജ് 2 തുടങ്ങുന്നത് വെൻ ആവറേജ് പ്രൊഡക്റ്റ് സ്റ്റാർട്ട്സ് ഫാളിങ്. അവിടെ വെച്ചാണ് സ്റ്റേജ് 2 തുടങ്ങുക. ഓക്കെ, ആവറേജ് പ്രൊഡക്റ്റ് ഒരിക്കലും 0 ആകുന്നില്ല കേട്ടോ. ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഓക്കെ, ഞാൻ എന്നാ പറഞ്ഞേ? ഓക്കെ, സ്റ്റേജ് 1 തുടങ്ങുന്നത് ആവറേജ് പ്രൊഡക്റ്റ് കുറയാൻ തുടങ്ങുന്നത്. സ്റ്റേജ് 2 തുടങ്ങുന്നത്. സ്റ്റേജ് 2 അവസാനിക്കുന്നത് വെൻ TP റീച്ചസ് മാക്സിമം. ഓക്കെ, അപ്പോൾ TP മാക്സിമത്തിൽ എത്തുന്നു, അല്ലെങ്കിൽ MB ബിക്കംസ് 0. സോ അവിടെ സ്റ്റേജ് 1 അവസാനിക്കുക. സോ സ്റ്റേജ് 1 ഈസ് കോൾഡ് സ്റ്റേജ് ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. സ്റ്റേജ് 1 ഈസ് കോൾഡ് സ്റ്റേജ് ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ. എപ്പോഴാണ് തുടങ്ങുന്നത്? AP ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങുന്നു. പിന്നെ സ്റ്റേജ് 2 അവസാനിക്കുന്നത് വെൻ TP റീച്ചസ് മാക്സിമം ഓർ MB റീച്ചസ് 0. സോ ഇൻ ദി സ്റ്റേജ് 2 ദി ടോട്ടൽ പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ടു ഇൻക്രീസ്. ടോട്ടൽ പ്രൊഡക്റ്റ് ഇവിടെ ഇൻക്രീസ് ചെയ്യുക, ബട്ട് എ ഡിമിനിഷിംഗ് റേറ്റ് അണ്ടിൽ ഇറ്റ് റീച്ചസ് മാക്സിമം പോയിന്റ് H. ഇവിടെ നമ്മൾ H എന്നൊക്കെ പേര് കൊടുക്കണം. മുമ്പ് നമ്മൾ എന്താ M എന്നൊക്കെ കൊടുത്തെന്ന് തോന്നുന്നു. സോ വാർ ദി സെക്കൻഡ് സ്റ്റേജ് എൻഡ്സ്. ഇൻ ദി സ്റ്റേജ് ബോത്ത് ദി മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ദി വേരിയബിൾ ഫാക്ടർ, ദാറ്റ് മീൻസ് ലേബർ, ഓക്കെ, ബോത്ത് ദി APL ഡിക്ലൈൻസ്. ഈ സ്റ്റേജിൽ രണ്ടും ഡിക്ലൈൻ. നോക്കൂ, ഇത് APL കുറയുക, സിമിലർലി MBയിലും കുറയുക. സോ ബോത്ത് റിമെയിൻസ് പോസിറ്റീവ്. രണ്ടും പോസിറ്റീവാണ്, രണ്ടും കുറയാണ്, അതേസമയം രണ്ടും പോസിറ്റീവാണ്. സോ വൈ ദി സ്റ്റേജ് 2 ഈസ് കോൾഡ് സ്റ്റേജ് ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. നമ്മൾ അതാണ് പറയുന്നത്. അറ്റ് ദി എൻഡ് ഓഫ് ദി സെക്കൻഡ് സ്റ്റേജ്, ദാറ്റ് ഈസ് അറ്റ് ദി പോയിന്റ് ഓഫ് M, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദി വേരിയബിൾ ഫാക്ടർ 0. കറസ്പോണ്ടിങ് ടു that point at each total product reaches maximum, the slope of the total product becomes 0. ഓക്കെ, സോ അത് നമ്മൾ കണ്ടു. ഇനി എപ്പോഴാണ് ഈ നമ്മൾ എന്തുകൊണ്ടാണ് സ്റ്റേജ് 2 സ്റ്റേജ് ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയാം? സ്റ്റേജ് 1 സ്റ്റേജ് ഓഫ് ഇൻക്രീസ് റിട്ടേൺസ് എന്ന് പറയാനുള്ള കാരണം AP ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ്. സ്റ്റേജ് 2 എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റേജ് ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയുന്നത്? കാരണം ഉണ്ടല്ലോ, ബോത്ത് MB ആൻഡ് AP ആർ ഡിക്രീസിങ്. സോ സ്റ്റേജ് 2 is known as stage of diminishing returns because both MB and AP are decreasing. ഇവിടെ കിട്ടിയില്ല, ഇവിടെ നോക്കിയാൽ മതി, രണ്ടും എന്ത് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക. ഓക്കെ, TP ഡിക്രീസ് ചെയ്യുന്നില്ല, TPയുടെ സ്ലോപ്പ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം, അത് ഇതുമായിട്ട് നമ്മൾ കോറിലേറ്റ് ചെയ്യേണ്ട. ഓക്കെ, സോ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റേജ് 2 is known as stage of diminishing returns because both MB and AP ആർ ഡിക്രീസിങ്. ഇത് വേറൊരു ഡയഗ്രാം കേട്ടോ, ഇത് നെറ്റിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം നെറ്റിൽ തന്ന ആൾക്കാരൊക്കെ നമ്മൾ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു, കോപ്പി അടിക്കാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ഇച്ചിടെ ലെറ്റേഴ്സൊക്കെ കുറവായിട്ട്, കൺജസ്റ്റനൊക്കെ കുറവായിട്ട് ഇച്ചിടെ ഈസിയായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് AP മാക്സിമമായി നിൽക്കുന്നത് ഇവിടം വരെ. സോ അതിനെ നമ്മൾ സ്റ്റേജ് 1 എന്ന് വിളിക്കും, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്റ്റേജ് 2 എന്ന് വിളിക്കും, ഇവിടം വരെ.
കിട്ടിയില്ലോ. ഇവിടെ പറയുന്നത് ഇവിടെ ടി പി റീച്ചസ് മാക്സിമം ഓർ എം ബി ബിക്കം 0. സോ ഇവിടെ രണ്ടും ഡിക്രീസിങ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ സ്റ്റേജ് ഓഫ് വാട്ട് എന്ന് വിളിക്കും, സ്റ്റേജ് ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്. ഓക്കെ, ഇവിടെ കിട്ടിയല്ലോ. സോ സ്റ്റേജ് 2 is സ്റ്റേജ് ഓഫ് called stage of diminishing returns because both MB and AP are decreasing. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രാം വലിയ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വരച്ച് പഠിക്കേണ്ടതാണ്. ഞാനിത് നമുക്കിവിടെ കാണിക്കാനാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ച ഡയഗ്രാം എടുത്തുന്നുള്ളൂ. സോ ദിസ് സ്റ്റേജ് ഇസ് നോൺ ആസ് ദി സ്റ്റേജ് ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ വിച്ച് ഇസ് സ്റ്റേജ് 2. ഓക്കെ, റിട്ടേൺസ് ആസ് ബോത്ത് ദി ആവറേജ് ആൻഡ് മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് ദി വേരിയബിൾ ഫാക്ടർ MBL and APL both are diminishing. ഓക്കെ, ആ ഡയഗ്രാം ഞാനിവിടെ ഒന്നുകൂടെ കാണിച്ചിരിക്കുകയാണ്. നിങ്ങൾ അടുത്ത സ്റ്റേജ് 2 കുറിച്ച് അടുത്ത പോയിന്റ്, റിമെമ്പർ MB ബിക്കം 0 വെൻ TP റീച്ചസ് മാക്സിമം. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ സ്ലോപ്പ് 0. വെൻ ദി സ്ലോപ്പ് ഓഫ് TP is 0, MB also will be 0 because MB is the slope of TP. Stage 2 is very crucial and important because the firm will seek to produce in this stage. അപ്പോൾ ഈ സ്റ്റേജിലായിരിക്കും ഫേം പ്രൊഡക്ഷൻ നടത്തുക. ദിസ് സ്റ്റേജ് ഇസ് കോൾഡ് ദി സ്റ്റേജ് ഓഫ് റാഷണൽ പ്രൊഡക്ഷൻ. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഫേം ഓപ്പറേറ്റ് ചെയ്യും. ഫസ്റ്റ് സ്റ്റേജ് ഓപ്പറേറ്റ് ചെയ്യില്ല, പ്രൊഡക്ഷൻ നിർത്തില്ല. സെക്കൻഡ് സ്റ്റേജിലും പ്രൊഡക്ഷൻ നിർത്തില്ല. ഈ സ്റ്റേജ് 2 ആയിരിക്കും ക്രിട്ടിക്കൽ സ്റ്റേജ് ഫോർ എ റാഷണൽ പ്രൊഡ്യൂസർ. ഓക്കെ, ഇനി നമ്മൾ സ്റ്റേജ് 3ലേക്ക് വരിക. 3 സ്റ്റേജുള്ളൂ. മൂന്നാമത്തെ സ്റ്റേജ് ഇറ്റ് ഈസ് കോൾഡ് സ്റ്റേജ് ഓഫ് നെഗറ്റീവ് റിട്ടേൺസ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് നെഗറ്റീവ് റിട്ടേൺസുള്ള പേര് വന്നത്. ഇൻ സ്റ്റേജ് 3 ടോട്ടൽ പ്രൊഡക്റ്റ് ഡിക്ലൈൻസ് ആൻഡ് therefore the total product curve slopes downwards. Okay, ഇനി as a result marginal product to the variable factor is negative and the marginal product curve goes below the x-axis. In this stage variable factor is too much, which is the label variable factor labor. Okay, no labor. ഓക്കെ, അത് ഭയങ്കര കൂടുതലായിരിക്കും. ഫിക്സ് ഫാക്ടർ ഭയങ്കര മാറ്റത്തില്ലല്ലോ. തുടക്കം തൊട്ട് ഇപ്പോൾ ഫിക്സ് ഫാക്ടർ ഒരുപോലെയാണ്. നമ്മൾ പിന്നെ എപ്പോഴും എന്താ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് വേരിയബിൾ ഫാക്ടർ. ഓക്കെ, സോ അതിനെക്കുറിച്ച് അവിടെ പറയും. ദിസ് സ്റ്റേജ് വേരിയബിൾ ഫാക്ടർ ഇസ് ടു മച്ച് റിലേറ്റീവ് ഫിക്സ് ഫാക്ടർ. ദിസ് സ്റ്റേജ് ഇസ് കോൾഡ് സ്റ്റേജ് ഓഫ് നെഗറ്റീവ് റിട്ടേൺസ്. അപ്പോൾ നമുക്ക് ആ പടം ഒന്നുകൂടെ വരയ്ക്കാതിരിക്കാൻ പറ്റില്ല. പോട്ടെ, അത് പോട്ടെ. ഇപ്പോൾ ഞാനിങ്ങനെ ലെറ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം കേട്ടോ. ഒന്നുകൂടെ ഞാൻ വരയ്ക്കുക, മനസ്സിലായാലും. അതിന് നമ്മൾ കറസ്പോണ്ടിങ് വെർട്ടിക്കൽ താഴെ സെക്കൻഡ് ടയർ നമ്മൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഇവിടെ MB മാക്സിമം ആവും, ഇവിടെ MB 0 ആവും. ഓക്കെ, അത് രണ്ടും നമ്മളിങ്ങനെ രേഖപ്പെടുത്തി. MB മാക്സിമം ആവുന്നു, MB പിന്നെ 0 ആവുന്നു. APLനിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ മാക്സിമം ആവുന്നു. APL. ഓക്കെ, ഇത് MPL. ആൻഡ് ഇവിടെ നമ്മൾ സ്റ്റേജ് 1 അവസാനിച്ചു. ഓക്കെ, ഇവിടെ നമ്മൾ സ്റ്റേജ് 2 കൂടെ കടന്നുപോയി. ഇനി ഇതിനൊക്കെ നമ്മൾ സ്റ്റേജ് 3 ആണല്ലോ അല്ലേ? സ്റ്റേജ് 3 അയ്യോ പോയി, ഞാൻ എടുക്കാവേ. എൻ്റെ മൗസ് ഫങ്ഷൻ വന്നുകൊണ്ട് ഡയഗ്രാം തിരിച്ചു വന്നു. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് സ്റ്റേജ് 3 ആണല്ലോ. അപ്പോൾ സ്റ്റേജ് 3ൽ TP ഇങ്ങനെ ഡിക്ലൈൻ ചെയ്യുക, ടോട്ടൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഇങ്ങനെ ഡിക്ലൈൻ ചെയ്യുക. MB നെഗറ്റീവ് ആയിരിക്കും. ഏതാണ് നെഗറ്റീവായിട്ടുള്ളത്? TP ആണോ? അല്ല, TP ഡിക്ലൈൻ ചെയ്യുക. നെഗറ്റീവ് അല്ല, നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ TP പറഞ്ഞു, അങ്ങനെ വരുന്നില്ല. മനസ്സിലാവില്ല. ലേബർ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ എഴുതുക. പരീക്ഷയ്ക്ക് ആക്സിസ് കറക്റ്റായിട്ട് എല്ലാം രേഖപ്പെടുത്തണം. ഇവിടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ TP. ഓക്കെ, ഇവിടെ എന്താണ് MBയും APയും. ഞാനിങ്ങനെ വരയ്ക്കുമ്പോൾ ഇതൊക്കെ ഇതൊന്നും രേഖപ്പെടുത്തില്ലെങ്കിൽ നിങ്ങളതൊക്കെ കൃത്യമായിട്ട് എക്സാമിന് വരുമ്പോൾ ഡയഗ്രത്തിൽ കറക്റ്റായിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയുന്നത് ഈ സ്റ്റേജ് ഓഫ് നെഗറ്റീവ് റിട്ടേൺസ് എന്ന് പേര് വിളിച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മളിപ്പോൾ അന്വേഷിച്ച് പോകുന്നത്. TP നെഗറ്റീവ് ആയതുകൊണ്ടല്ല, TP നെഗറ്റീവ് അല്ല, അതുകൊണ്ട് പോസിറ്റീവാണ്. TP നെഗറ്റീവ് ആണ് ഇവിടെ പറഞ്ഞത്, അങ്ങനെയല്ല. AP നെഗറ്റീവ് ആവോ? ഇല്ല, AP നെഗറ്റീവ് അല്ല. പിന്നെ എന്താ നെഗറ്റീവാണ്? നെഗറ്റീവ് ആവുന്ന MBയാണ്. So stage 3 is known as stage of negative returns because MB becomes negative. Okay, this stage is called a stage of negative returns since the marginal product of the variable factor MBL negative during this stage. Okay, so നമ്മൾ 3 സ്റ്റേജും കണ്ടു. ഫസ്റ്റ് സ്റ്റേജ് is known as stage of increasing returns because AP is increasing. Okay, second stage is called stage of diminishing returns because both MB and AP are diminishing. ഇനി നമ്മൾ തേർഡ് സ്റ്റേജ് is known as stage of what? Negative returns because what? MB becomes negative. So 3 സ്റ്റേജും പിടികിട്ടിയില്ല. എപ്പോഴാണ് തേർഡ് സ്റ്റേജ് തുടങ്ങുന്നത്? MB 0 ആകുമ്പോഴാണ്. മനസ്സിലായോ? അവിടെ തൊട്ട് തേർഡ് സ്റ്റേജ് അല്ലെങ്കിൽ TP മാക്സിമം ആവുന്ന ഘട്ടം കഴിയുമ്പോൾ അവിടെ TP മാക്സിമം സമയം തൊട്ടാണ് ഈ തേർഡ് സ്റ്റേജ് തുടങ്ങുന്നത്. ഓക്കെ, സോ തേർഡ് സ്റ്റേജ് is known as what? Stage of negative returns. ഓക്കെ, ഇതാണ് ഡയഗ്രാം. അതിൻ്റെ ചുവടെ എല്ലാം കാര്യങ്ങൾ ക്ലിയർ ആണ്. എൻ്റെ എഴുത്ത് കാരണം നിങ്ങൾക്ക് ഞാൻ വരയ്ക്കാൻ ഡയഗ്രാമൊക്കെ ചിലപ്പോൾ പിടിയിട്ടുന്നില്ലായിരിക്കും. ഇവിടെ ആകുമ്പം അതങ്ങനെ വരില്ല. ഇതാണ് MB ഉണ്ടോ നെഗറ്റീവ് ആണെന്നുണ്ടോ സ്റ്റേജ് 3 ഇവിടെ എഴുതി വെച്ചിരുന്നുണ്ടോ? ഓക്കെ, പിടികിട്ടില്ലോ. അപ്പം ഡയഗ്രാം ഈ രീതി വരയ്ക്കാൻ ശ്രദ്ധിക്കണം.
No. It may be noted that the stage 1 and 3 are completely symmetrical. In the stage 1, fixed factor is too much. അപ്പോൾ നമ്മൾ സ്റ്റേജ് 1 എന്താ സംഭവിക്കാൻ അറിയോ? 1, 2, 3 തൊഴിലാളികളേ ഉള്ളൂ. ലേബർ ഭയങ്കര കുറവാണ്. ഒരു വലിയ മെഷീനറി ഇങ്ങനെ നിൽക്കുക, അപ്പോൾ മെഷീനറി ഭയങ്കര കൂടുതലാണ്. മനസ്സിലായല്ലോ? ഭയങ്കര കൂടുതലാണെങ്കിൽ അതിൻ്റെ മാർജിൻ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. നമ്മൾ പറയുകയാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. സോ ഇൻ ദി സ്റ്റേജ് 1, ശരിക്കും പറയുകയാണെങ്കിൽ സ്റ്റേജ് 1 മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദി ഫിക്സഡ് ഫാക്ടർ ഒക്കെ ഈസ് നെഗറ്റീവ്. കാരണം ഫിക്സഡ് ഫാക്ടർ ഭയങ്കര കൂടുതലും തൊഴിലാളികളെ വിരലെ എണ്ണമെന്നേ ഉള്ളൂ. നമ്മൾ നോക്കുക, ഈ വട്ടത്തിലായി ആലോചിച്ച് ചെയ്യൂ, തൊഴിലാളി 1, 2, 3 കുറച്ച് തൊഴിലാളികളുള്ളൂ. അതേസമയം ക്യാപിറ്റൽ നമ്മൾ ഇഷ്ടംപോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്റ്റേജ് 1 മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് ദി ഫിക്സഡ് ഫാക്ടർ നെഗറ്റീവ്. സ്റ്റേജ് 3 മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് ദി വേരിയബിൾ ഫാക്ടർ നെഗറ്റീവാണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റേജും സിമെട്രിക്കൽ എന്ന് പറയാനുള്ള കാരണം സ്റ്റേജ് 1 ഫിക്സഡ് ഫാക്ടറിൻ്റെ മാർജിൻ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ സ്റ്റേജ് 3 വേരിയബിൾ ഫാക്ടറിൻ്റെ മാർജിൻ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, therefore in stage 1 marginal product of the fixed factor is negative. On the other hand, in stage 3 variable factor is too much related to fixed factor. Therefore in stage 3 marginal product of the variable factor is negative. നമ്മൾ എന്താണ് സ്റ്റേജ് 3 ഇങ്ങോട്ട് വേണം. ഓക്കെ, MBL എന്താണ് നെഗറ്റീവാണ്. ഓക്കെ, ഇനി നമ്മളെ ഈ ഡയഗ്രാം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട്. ഇനി വാട്ട് ഈസ് ദ സ്റ്റേജ് ഓഫ് റാഷണൽ ഓപ്പറേഷൻ? അതാണ് നമുക്ക് എക്സാമിന് ചോദിക്കാം, ഏത് സ്റ്റേജിലാണ് ഒരു പ്രൊഡ്യൂസർ ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഒരു കാരണവശാലും അയാൾ ഫസ്റ്റ് സ്റ്റേജ് ഓപ്പറേറ്റ് ചെയ്യില്ല. അതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് ദി ഫിക്സഡ് ഫാക്ടർ നെഗറ്റീവാണ്. തേർഡ് സ്റ്റേജിലും അയാൾ ഓപ്പറേറ്റ് ചെയ്യില്ല. കാരണം എന്താ? മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദി വേരിയബിൾ ഫാക്ടർ നെഗറ്റീവാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അയാൾ എവിടെയായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക? അയാൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റേജിലായിരിക്കും. So the stage 1 and stage 3 represents non-economic region in production function. This is because in stage 1 the average product is rising. ശരിക്കും പറയുന്ന കാരണം മാർജിൻ പ്രൊഡക്റ്റ് പിന്നെയും കുടിക്കൊണ്ടിരിക്കുക ഈ ലേബറിൻ്റെ. അതുകൊണ്ട് അവിടെ നിർത്തുകയല്ല. നമ്മൾ ഫിക്സഡ് ഫാക്ടറിൻ്റെ മാർജിൻ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആവുന്ന മാത്രമല്ല, ആവറേജ് പ്രൊഡക്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇനിയും കൂടുതൽ ഔട്ട്പുട്ട് കൂടുന്നത് ലേബർ ഉപയോഗിക്കുന്നത് നല്ലതാണ്, നമുക്ക് റിട്ടേൺ കൂടുതലാണ്. അതിൻ്റെ സ്റ്റേജ് 1 നമ്മൾ ഒരിക്കലും നിർത്തുകയല്ല. ഓക്കെ, സിമിലർലി ഹി വിൽ നോട്ട് ഓപ്പറേറ്റ് ഇൻ തേർഡ് സ്റ്റേജ് ബിക്കോസ് മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് വേരിയബിൾ ഫാക്ടർ നെഗറ്റീവാണ്. അവിടെ ഭയങ്കര സെക്കൻഡ് സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജിൽ മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് വേരിയബിൾ ഫാക്ടർ ഭയങ്കരമായിട്ട് കൂടുക. അതുകൊണ്ട് ഒരിക്കലും നിർത്തുകയല്ല. നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ നല്ല കൂട്ടുന്നതാണ് നമുക്ക് നല്ലത്. തേർഡ് സ്റ്റേജിൽ ഒരിക്കലും അയാൾ പ്രൊഡക്ഷൻ നടത്തിയല്ല. കാരണം എന്താ? മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് വേരിയബിൾ ഫാക്ടർ ദാറ്റ് ഈസ് ലേബർ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക, നഷ്ടം. അതുകൊണ്ട് അയാൾ അവിടെ ഒരിക്കലും പ്രൊഡക്ഷൻ നടത്തുകയല്ല. സോ റാഷണൽ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ വി നോ എ റാഷണൽ പ്രൊഡ്യൂസർ വിൽ ഓൾവേസ് സീക്ക് ടു പ്രൊഡ്യൂസ് ഇൻ സ്റ്റേജ് 2 ഓർ ബോത്ത് മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് ദി marginal product and average product of the variable factor are diminishing but not negative. Stage 2 represents the range of rational production decisions. Okay, so അതാണ് എക്സാമിനെ സംബന്ധിച്ചോളം നിങ്ങൾ ഓർക്കണം. സ്റ്റേജ് 2 ആണ് റാഷണൽ പ്രൊഡക്ഷൻ ഡിസിഷൻ്റെ ഒരു സ്റ്റേജ്. ഓക്കെ, ഇനി ഈ ഡയഗ്രം നിങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ, ചില ഹൈലൈറ്റ് നമുക്ക് കിട്ടുകയാണ്. സോ അതുകൊണ്ട് നമ്മൾ ഈ ക്ലാസ്സൊക്കെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ക്ലാസ് ഇവിടെ തീർന്നു. നിങ്ങളിതൊക്കെ ഒന്ന് എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യണം, റിവൈസ് ചെയ്യണം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്ലാസ്സിൽ ഉള്ള നോട്ട് പ്രിൻ്റഡ് നോട്ടൊന്ന് വായിക്കണം. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെ എല്ലാവർക്കും എല്ലാ ബെസ്റ്റ് വിഷസും. അടുത്ത ക്ലാസ് വെച്ച് നമുക്കിനി കാണാം. ഓക്കെ.